ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നല്ല 4 മണിക്ക് ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ബജിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബജി അധികം കണ്ടിട്ടുള്ളത് നമ്മൾ വാഴക്കായൊക്കെ വെച്ചല്ലേ. ഇന്ന് ഞാൻ അത് വെച്ചിട്ടല്ല അന്ന് ബജി ഉണ്ടാക്കുന്നത്, വേറൊരു സംഭവം വെച്ചിട്ടാണ് ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. ഞാൻ നിങ്ങളുടെ കനകപ്പള്ളി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് തരണം. വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, വെൽക്കം ടു മൈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മാവ് മുക്കാനുള്ള മാവ് കലക്കുവാണ്. അപ്പോൾ നമ്മളൊരു 3 തവി കടലമാവ്, പുതിയ കടലമാവായിരിക്കണം. കടലമാവ് പഴകിപ്പോയി കഴിഞ്ഞാൽ കയ്പും ഉണ്ടാവും, പിന്നെ കട്ടയുണ്ടാവും. അത് നോക്കിയിട്ട് വേണം. മാവ് എപ്പോഴും വാങ്ങുമ്പോൾ പുതിയ മാവ് നോക്കി വാങ്ങിക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂണ് നമ്മുടെ അരിപ്പൊടി ചേർത്തു, അതായത് ഇടിയപ്പപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ലേശം മഞ്ഞൾപ്പൊടി കളറിന്, കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ കായം. ഞാൻ കലക്കിയതാണ് ഒഴിച്ചത്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ കൈ കൊഴിച്ച് തന്നെ കുഴക്കുകയായിരിക്കും നല്ലത്. കാരണം കറക്റ്റ് മാവിൻ്റെ പാകം അറിയണമെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ കഴിച്ചെടുക്കുക. കട്ടയില്ലാതെ കലക്കിയെടുക്കണം. തവിയൊക്കെ വയ്ക്കുമ്പം ചിലപ്പം കറക്റ്റ് വെള്ളത്തിൻ്റെ അളവല്ലെങ്കിൽ കുറച്ച് കൂടി പോകും. അപ്പം ഞാനിപ്പം അളവുകൾ പറയുന്നില്ല, ഞാൻ ലേശം മാവെടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു കൈ കണക്കാണല്ലോ, അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ കലക്കി വരുമ്പം ഈ ഒരു പാകത്തിന് കലക്കിയെടുത്തോളാം. ഞാൻ കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. ഇതെങ്ങനെ വേണം. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ബജി എണ്ണയെ കുടിക്കും, മാത്രമല്ല ബജിക്ക് ഒട്ടും ഘനം ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ മുക്കാനുള്ള മാവ് റെഡിയാക്കി വയ്ക്കാൻ. അപ്പോൾ മാവ് റെഡിയാക്കി വെച്ച ശേഷം മതി നമുക്ക് എന്തായാലും അതുണ്ടാക്കുന്നത് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. സാധാരണ നമ്മൾ വാഴയ്ക്ക കൊണ്ടാണ് ബജി കണ്ടിരിക്കുന്നത്, അതായത് മന്ദൻ വാഴയ്ക്ക എന്നാണ് ഇവിടെ പറയുക. ഏത്തക്കായല്ല, പെട്ടെന്ന് വെന്ത് എടുക്കാൻ പറ്റുന്ന സൈസ് വാഴക്കായാണ് ബജിക്ക് എപ്പോഴും നല്ലത്. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് എന്താണെന്ന് കണ്ടോ? ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ശീമച്ചക്ക അഥവാ കടച്ചക്കയാണ്. ഇത് നല്ല വിളഞ്ഞതായിരിക്കണം. വിളഞ്ഞതല്ലെങ്കിൽ വേഗം താമസം വരും, അതിന് സ്വാദും കിട്ടില്ല. നല്ല വെന്തിട്ടുള്ള നല്ല നാടൻ കടച്ചക്ക. ഇത് നമ്മുടെ അയൽവക്കത്ത് ഉണ്ടായതാണ് കേട്ടോ. അത് നല്ല വൈറ്റ് കളറിൽ നോക്കി. കടയിലിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വാടിയിട്ടൊക്കെ കുറേ സമയം കൊണ്ടിരിക്കണമായിരിക്കും. പക്ഷേ ഇത് നല്ല ഫ്രഷ് ഇന്നലെ കിട്ടിയപ്പം എനിക്കൊരു ഐഡിയ തോന്നി ചെയ്തതാണ്. ഞാൻ ഇതിന് മുൻപ് ആരെങ്കിലും യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ഇന്നലെ നോക്കിയില്ല, എനിക്ക് തോന്നിയതാണ്. ഞാനിപ്പോൾ ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാമെന്നുള്ള രീതിയിൽ വീഡിയോ പിടിച്ചൊന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കടച്ചക്ക ചിപ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വളരെ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അതും കുറേ പേര് കണ്ടിട്ടുണ്ട് എൻ്റെ. അപ്പം നമ്മളിതെല്ലാം അതൊരു പകുതി എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കടച്ചക്കയുടെ പകുതി മതി. അത് സ്ലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി ഉണ്ടാവും. അപ്പം നമ്മുടെ കടച്ചക്ക നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ മാവിൽ തിരിച്ചും മറിച്ചും ഇട്ട് മുക്കി നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പുറത്ത് കട്ടൻ ചായ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാവുന്നതാണ് ഉള്ളൂ. ഇത് നമ്മളിപ്പം കടച്ചക്ക സീസണാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്ന സ്നാക്കാണ്. വൈകുന്നേരത്തെ ചായക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ കടച്ചക്ക കറി വയ്ക്കാം. ഞാൻ പിന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കടച്ചക്കയുടെ, അതും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇത് എണ്ണ കുടിക്കാത്ത രീതിയിൽ വേണം. നമ്മൾ അരിപ്പൊടി ചേർക്കണം, അതുപോലെ തന്നെ ഒത്തിരി വെള്ളത്തിലാവരുത് മാവ്. അത്രയും ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നുമില്ല. കടച്ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ഒരുവിധം വിളഞ്ഞ കടച്ചക്ക ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വേവാൻ താമസം വരും.
ഇതാ നോക്കിയത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതവിടെ കോരി വയ്ക്കുകയാണ്. അതായത് നമ്മളിപ്പം 5 വെച്ചാണ് ഇട്ടത്. ഞാൻ ചെറിയ പാത്രമാണ് വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഇട്ടോളുക. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഇട്ടോളുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കടച്ചക്കയുടെ പകുതി ഭാഗമാണ് എടുത്തോളൂ കേട്ടോ. ബാക്കി നാളെ കറി വയ്ക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അത്ര മതി. അത് തന്നെ സ്ലൈസ് എടുക്കുമ്പോൾ ഒരുപാട് എണ്ണം കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ബജ്ജി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ബജ്ജി പണ്ടേ ഇഷ്ടമാണ്. വാഴയ്ക്ക ബജ്ജി. ട്രിവാൻഡ്രം പോയി കഴിഞ്ഞാൽ ഞാൻ വാഴയ്ക്ക ബജ്ജിയാണ് കേട്ടോ മേടിക്കണം. അപ്പം നമ്മുടെ ബജ്ജി കഴിച്ചു നോക്കണ്ടേ? പൊളി, സൂപ്പർ. ഇത് ശരിക്കും പറഞ്ഞാൽ കടച്ചക്കയാണോ എന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ വാഴയ്ക്ക ബജ്ജി പോലെ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. ബജ്ജിയുടെ കൂടെ എന്താ വേണ്ടത്? നല്ല ചൂടൻ ചായ. അമ്പോ സൂപ്പറാണ് കേട്ടോ. ഞാനിപ്പോൾ വെളിയിലിറങ്ങിയത് മതിലിൻ്റെ ഒക്കെ വന്ന് കഴിക്കണം. അത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഇത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കരമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ഇടണം. അടുത്തുള്ള ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ട് അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ തന്നെ ചെയ്തേക്കൂട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.